വയനാട് കള്ളാടി ദുരന്ത മേഖല സന്ദർശിക്കാൻ പ്രിയങ്ക ഗാന്ധി എത്തി. ദുരന്തബാധിത പ്രദേശവും ചികിത്സയിലുള്ളവരെയും പ്രിയങ്ക കാണും. ഡൽഹിയിലെ നീറ്റ് പരീക്ഷാ സമരത്തിൽ നിന്ന് വയനാട്ടിലേക്ക് എത്തിയ പ്രിയങ്ക സന്ദർശനം പൂർത്തിയാക്കി ഇന്ന് തന്നെ ഡൽഹിക്ക് മടങ്ങും. CB അനുമോദ് വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ്. അനുമോദ്, ദുരന്തബാധിതരെ കാണുന്നുണ്ട്. നേരത്തെ പ്രിയങ്ക വരാത്തതുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തൊക്കെയാണ് പ്രിയങ്കയുടെ വയനാട്ടിലെ പരിപാടികൾ? രഞ്ജിത്ത്, അല്പസമയത്തിനകം തന്നെ പ്രിയങ്ക കള്ളാടിയിൽ എത്തുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അവർ വരുന്ന വഴിയാണ്. രാവിലെ കണ്ണൂരിൽ വിമാനമിറങ്ങിയ ശേഷം റോഡ് മാർഗം മാനന്തവാടി വഴിയാണ് അവർ വയനാട്ടിലേക്ക് മേപ്പാടിയിലേക്ക് എത്തുന്നത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവർ കള്ളാടിയിലെത്തും. ഈ ദുരന്തം ഉണ്ടായ സ്ഥലവും ആ മേഖലയൊക്കെ അവർ സന്ദർശിക്കും. അതിനുശേഷം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ കാണും. അതിനുശേഷം അവർ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവരെ അനുമോദിക്കുന്ന ഒരു ചടങ്ങിലും പങ്കെടുക്കുന്നുണ്ട്. രാവിലെ കണ്ണൂരിൽ വിമാനമിറങ്ങിയ അവർ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പ്രധാനമന്ത്രി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങളാണ് നൽകുന്നത് എന്ന ഒരു പരാമർശമാണ് നടത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ ഈ ദുരന്തത്തിന് ശേഷം അവർ വയനാട്ടിലേക്ക് എത്തുമ്പോൾ രാജ്യം ഉറ്റുനോക്കുന്നത് അവരുടെ പ്രതികരണം എന്താകും എന്നുള്ളത് തന്നെയാണ്. വയനാട് ദുരന്തത്തിനപ്പുറം ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പ്രതികരണങ്ങൾ ഇന്നത്തെ ഈ നീറ്റ് പ്രക്ഷോഭത്തെ സംബന്ധിച്ചൊക്കെ അവരുടെ ഭാഗത്തുണ്ടാകുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. അതുപോലെ തന്നെ നേരത്തെ തന്നെ അവരുടെ അസാന്നിധ്യം, ഈ ദുരന്തമുണ്ടായ സമയത്ത് അവരുടെ അസാന്നിധ്യം വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു, വിമർശനങ്ങളൊക്കെ വഴിവെച്ചിരുന്നു. അപ്പോഴൊക്കെ സിദ്ദീഖ് പറഞ്ഞിരുന്നത് വിദൂരത്തിൽ ഇന്ന് കാര്യങ്ങൾ നടത്തുന്നത് പ്രിയങ്കയാണ് എന്നുള്ള പരാമർശങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ എത്തിയ ശേഷം അവരെന്തെല്ലാം കാര്യങ്ങൾ പറയും എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. വയനാട് ദുരന്തത്തെക്കുറിച്ചും അതിനപ്പുറം ദേശീയ രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തുണ്ടാകുമോ എന്നുള്ളതും വരും മണിക്കൂറുകൾ നമുക്ക് അറിയാനാകും. എന്നാലും അല്പസമയത്തിനകം അവർ കണ്ണാടിയിൽ എത്തുമെന്നാണ് നമുക്ക് കൃത്യമായിട്ട് ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.